അപ്പൊ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. മുമ്പ് മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചെല്ലാം കീറി ഒട്ടിച്ചിരുന്ന മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ DC മീഡിയ മലയാളം ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റെ പൊന്നുമോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. സർ, ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. ഹൗ ആർ യു മൈ ബ്രെയിൻ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. കൃഷ്ണേന്ദു, ഹായ്. സുധീർ, സുഖം. Avani's blog, have you seen the recent video regarding your Hungry Mrinal cleanliness? എന്തിന് ഹംഗ്രി മൃണാളിന്റെ ക്ലെൻലിനെസ് എന്താണെന്ന് എനിക്കറിയില്ലേ. ശരി, അത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ മനസ്സിലാക്കാൻ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ, അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്, അവിടെ ഒരു ഈച്ച ശല്യമില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എവിടെ പോണ്? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാ മതി. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. പന്നെ